പുഷ്പ എന്നത് ഒരു പേരല്ല, പുഷ്പ ഒരു ബ്രാൻഡാ. സമാധാനമായിട്ട് പോയ സിനിമ ഉണ്ടോ? നമ്മുടെ സിനിമ സൂപ്പർ ഹിറ്റാ. A few moments later. ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമ പുഷ്പ 2 കണ്ടിറങ്ങി ഓടിച്ചോടെ എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഫസ്റ്റ് ഇംപ്രഷൻ നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഇനി പുഷ്പയ്ക്ക് പ്രതീക്ഷയില്ല. കാരണം പുഷ്പ ഫസ്റ്റ് നിങ്ങൾ തെലുങ്കന്മാരത്തോട് ചോദിച്ചു നോക്കി, ചിലപ്പോൾ അവന്മാർ ചിലപ്പോൾ നല്ലതെന്ന് പറയും. പക്ഷെ എന്റെ പൊന്നെ നാടകം തോറ്റു. നാടകം അപ്പൊ അതിനൊരു തീരുമാനമായി. എന്തൊക്കെ മേളായിരുന്നു, പാട്ട്, ഡാൻസ്, കൂത്ത്. നല്ലൊരു മാസ ആക്ഷൻ പടം കാണാൻ മാസ ആക്ഷൻ പടം കാണാനാണ് ഞാൻ വന്നത്. ആടിപൊളി മാസമായിട്ടുണ്ട്. ഇത് മാസമല്ല, ഇത് വേറെ എന്തോട് പറയണത്. എന്താ നെഗറ്റീവായിട്ട് തോന്നിയേ? നെഗറ്റീവായിട്ട് പടം പോസിറ്റീവായിട്ട് ഒന്നും തോന്നിയില്ല. അതാണ് നെഗറ്റീവായിട്ട് തോന്നിയത്. പോയേ കയ്യിന്ന് പോയേ. KGF-ലോട്ട് പോവാനും ശ്രമിച്ചു, എന്നാൽ KGF-ലോട്ട് എത്തിയതുമില്ല. KGF-നെ തകർത്ത് പ്രീ സെയിൽ 1000 കോടി പടം. അല്ല, സിനിമ നമ്മൾ കാണുമ്പോ അത് KGF-ലോട്ട് പോവാൻ ശ്രമിച്ചു, പക്ഷെ അവിടെ എത്തിയില്ല. ഇവൻ നമ്മൾ നാളം കെടുത്തുന്നോണേട്ടാ, ഇവനെവിടെ കൊന്നാലാ. പിന്നെ മന്ദാനേനെ ഒരു കിണർ വെട്ടി കുടിച്ചു മൂടണം, അത്രയ്ക്ക് ക്രിഞ്ച് ഫെസ്റ്റിവല്. നന്നായിട്ടുണ്ട്. ഫഹദ് മാത്രമുണ്ട്. ഫഹദ് പറഞ്ഞ സീനെല്ലാം പൊളി, വേറെ ലെവല്. എല്ലാവർക്കും എന്നെ മതി. ബ്രോ, നിങ്ങൾക്ക് ആരെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ ഈ പടം സജസ്റ്റ് ചെയ്യുക. വേറെ ഒന്നും പറയല്ല. വെറും കാട്ടവരോന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വെറുപ്പീരായിരുന്നു. അല്ലെങ്കിൽ ഫസ്റ്റ് പുഷ്പ എന്ന് പറഞ്ഞ എടുത്ത സിനിമയുടെ പാരഡി എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത് സിനിമ കണ്ടിട്ട്. അങ്ങനെ പടക്കടകുദാഹവ. സീൻ എങ്ങനെ എടുക്കണം നല്ല രീതിയിൽ ഐഡിയ ഉണ്ട്, പക്ഷെ കഥ ഉണ്ടാക്കാൻ മറന്നു. എത്ര ഉള്ള സംഭവം. പിന്നെ കഥ അയ്യടാ, അങ്ങനെ ഇപ്പൊ സൂഹിക്കണ്ട. ചേട്ടന് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ലല്ലേ? ഞാൻ ആക്ച്വലി ഇപ്പോ ലാസ്റ്റ് കണ്ടതില് കങ്കുവായിരിക്കും അവരാതെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇത് അതുക്കും മേലെ കാട്ടവരാതം. ഇവിടുത്തെ പണി പോയി. ഇതിനെക്കാളും നല്ല മറ്റേ ഏഷ്യാനെറ്റിലോടുന്ന സീരിയലെല്ലാം ഇട്ടുകൊണ്ട് വന്നിരുന്ന ഇതിനെക്കാളും വൃത്തിയായിട്ടിരുന്ന് കാണാൻ പറ്റിയാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. പുഷ്പരാജ് അപ്പൊ ഞെട്ടിച്ചില്ലേ? പുഷ്പരാജ് ഞെട്ടിച്ചല്ല, അല്ലു അർജുന ഇങ്ങോട്ട് കൈ കിട്ടണം. ഇനി കൊച്ചിയിലൊന്നും വരലെന്ന് പറയാം അവന്റെ അടുത്ത്. കാര്യങ്ങളൊക്കെ എന്റെ കൈവിട്ട് പോവുകയാണോ എന്ന് എനിക്കൊരു സംശയം. എന്ത് പറ്റി? ഒന്നെങ്കിൽ നിന്റെ ഭയ എന്നെ തല്ലിക്കൊല്ലും, അല്ലെ അവന്മാരെല്ലാം കൊണ്ട് എന്നെ തല്ലിക്കൊല്ലും. ആക്ഷൻ കോറിയോഗ്രാഫി ആരുടെ ചെയ്തത്? അവസാനത്തെ ക്ലൈമാക്സ് ഞാൻ ചിരിച്ച് ചത്ത്. അവസാനമൊക്കെ ഒരു സെന്റിമെന്റ്സും. അത് അല്ലു അർജുന് മറ്റേ നാഷണൽ അവാർഡ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അങ്ങ് വിറക്കുകയൊക്കെ ചെയ്യണം. അഭിനയിച്ച് വിറക്കുകയാണ്. മനോഹരമായി. സ്പോയിലൊന്നും ഞാൻ ചെയ്യണില്ല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉള്ള കാര്യം പറഞ്ഞ് ഒരു കൊതച്ച പടം. അല്ലു അർജുന് തന്നെ ഏറ്റവും വീക്ക് പടമായിട്ടാണ് എനിക്ക് തോന്നിയത്. തുടക്കം മുതൽ ഒടുക്കം വരെ ആളുകൾ എഴുന്നേറ്റ് നിന്ന് കൂവുക അത്ര. സ്റ്റണ്ട് ചെയ്ത് മനുഷ്യന്റെ നടുവൊടിഞ്ഞത് മിച്ചം. ഇതിന്റെ തേർഡ് പാർട്ടുണ്ട്. അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോണോ ശിവൻകുട്ടി? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? എന്തിനാണ് തേർഡ് പാർട്ട്? ഈ സെക്കൻഡ് പാർട്ട് തന്നെ സഹിക്കാൻ വയ്യ. ഒരാവേശത്തിലെടുത്ത് ചാടി വേണ്ടായിരുന്നു അല്ലേ? വിട്ടവളി ആന പിടിച്ചാ കിട്ടൂ.